നസ്രാണികളുടെ ഇടയിൽ ആദ്യകാലങ്ങളിൽ തെക്കും ഭാഗം വടക്കും ഭാഗം എന്ന പേരിൽ അങ്ങനെ പ്രത്യേകിച്ച് സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പരസ്പരം സഹായിച്ച് അവരുടെ സുറിയാനി പൈതൃകത്തിൻ്റെയും സമുദായത്തിൻ്റെയും സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നിരുന്നു. അതിന് വിഘാതം വരുത്തുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നടക്കുന്നുണ്ട്. 1887 മെയ് മാസം 20 ഖോദ് യാ പ്രീതം എന്ന ഒരു രേഖയിലൂടെ ലയ 13 മാർപ്പാപ്പ സുറിയാനിക്കാർക്കായിട്ട് കോട്ടയം തൃശ്ശൂർ വികാരിയത്തുകൾ സ്ഥാപിച്ചു. ഇതിൻ പ്രകാരം സുറിയാനിക്കാരെ ലത്തീൻകാരിൽ നിന്ന് വേർതിരിച്ച് പുതുതായിട്ട് രൂപം കൊടുക്കുന്ന ഈ വികാരിയാത്തുകളിൽ ലത്തീൻ മെത്രാന്മാരെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ പുതിയ വികാരി അപ്പസ്തോലിക്കന്മാർ, അതായത് കർമ്മലീത്തക്കാരല്ലാത്ത മെത്രാന്മാർ അധികാരത്തിൽ വരുമോ എന്ന് വരാപ്പുഴയിലുള്ള കർമ്മലീത്തക്കാരെ ഭയപ്പെട്ടു. അവർ ചെയ്തത്, അവർക്ക് അനുകൂലമായിട്ട് ഒരു ബഹുജന ഹർജി റോമിലേക്ക് അയക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഇതിനുവേണ്ടി ഒപ്പ് ശേഖരിക്കാനായിട്ട് പ്രധാനമായിട്ടും അവർ ഏൽപ്പിച്ചത് തെക്കും ഭാഗ സമുദായക്കാരനായ മാത്യു മാക്കിലിനെയും വാഴക്കുളത്തുകാരനായ വലിയ വീട്ടിൽ ഗീവർഗീസ് അച്ഛനെയുമായിരുന്നു. അപ്പോൾ ഇവരെ അന്നത്തെ അപ്പസ്തോലിക് ഡെലിഗേറ്റിനെ സന്ദർശിച്ച് ഹർജികളൊക്കെ വരാപ്പുഴയിലെ കർമ്മലീത്തക്കാർക്ക് അനുകൂലമായിട്ട് കൊടുത്തു. കർമ്മലീത്തക്കാർ ഉന്നയിച്ച എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് 1887 ഒക്ടോബർ മാസം 15 റോമിൽ നിന്നും തീരുമാനിച്ചതനുസരിച്ചിട്ട് തൃശ്ശൂർ അഡോൾഫ് മെഡ്ലിക്കോട്ടിനും ചങ്ങനാശ്ശേരിക്ക് ചാൾസ് ലെവീനും വികാരി അപ്പസ്തോലിക്കന്മാരായിട്ട് നിയമിതരായി. ഇവരെ കർമ്മലീത്ത വൈദികരല്ല, ഇവര് ജെസ്യൂട്ട് വൈദികരായിരുന്നു. കർമ്മലീത്ത വൈദികരെ തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ മാത്യു മാക്കിൽ അച്ഛനുമൊക്കെ നിവേദനം സമർപ്പിച്ചിരുന്നത്. എന്നാൽ മാക്കിൽ മത്തായച്ചനും കൂട്ടരും അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിയിരുന്നില്ല. അവർ അവരുടെ ഇത്തരത്തിലുള്ള വിഘടന പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നു. അവർ റോമിനും ഒരു പ്രത്യേക മെമ്മോറാണ്ടം അയച്ചു. അവർ പറയുന്നത് ഇതാണ്: വിദേശ കർമ്മലീത്ത സന്യാസ സമൂഹത്തിൽപ്പെട്ട വരാപ്പുഴ മെത്രാപ്പൊലീത്തയുടെ കീഴിൽ തങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മെമ്മോറാണ്ടത്തിൻ്റെ ഉള്ളടക്കം. അതായത് ചങ്ങനാശ്ശേരി തൃശ്ശൂർ വികാരിയാത്തുകളിൽ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അവിടെ തുടരാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതിന് പകരം ഞങ്ങൾ വരാപ്പുഴയുടെ കീഴിൽ കർമ്മലീത്ത സന്യാസ സമൂഹത്തിൻ്റെ കീഴിൽ ഞങ്ങൾ തുടർന്നുകൊള്ളാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ചങ്ങനാശ്ശേരിയായി തൃശ്ശൂരായി, ഇനി അതുകൂടാതെ സുറിയാനിക്കാരെ തന്നെ വരാപ്പുഴയുള്ള കർമ്മലീത്ത സന്യാസിമാരുടെ കീഴിൽ മറ്റൊരു വിഭാഗത്തെ കൂടി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെ മറ്റൊരു വിഭാഗമായിട്ട് നിൽക്കുക എന്നതായിരുന്നു ഇവരെ ആവശ്യം ഉന്നയിച്ചത്. ഇത് തെക്കും ഭാഗ സമുദായത്തിന് തനതായ ഒരു രൂപത സംവിധാനം ഉണ്ടാക്കുക എന്നത് അവരുടെ ജാതി വ്യവസ്ഥയും വർഗീയതയും വളർത്താനേ ഉപകരിക്കും എന്നതായിരുന്നു റോമിൻ്റെ ഉറച്ച നിലപാട്. ഇത് സഭയുടെ ഭാവിക്ക് ഇത് അപകടമാണെന്നും റോം ചൂണ്ടിക്കാട്ടി. അങ്ങനെ കർശനമായ ഭാഷയിൽ റോം നിർദ്ദേശം നൽകി. പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അതായത് സുറിയാനിക്കാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട കോട്ടയം, അതായത് ചങ്ങനാശ്ശേരി, ഇന്നത്തെ ചങ്ങനാശ്ശേരി കോട്ടയം വികാരിയത്തിൻ്റെ മെത്രാനായിട്ട് ചാൾസ് ലെവീന് മാറിയപ്പോൾ അവിടെ ആ സ്ഥാനത്തേക്ക് ഫാദർ മാത്യു മാക്കിയിൽ അവിടെ നിയമിതരാകുകയും ഒക്കെ ചെയ്തത് പിന്നീടുള്ള ചരിത്രം.